മോട്ടിവേഷനും പിന്നെ നമുക്കൊരു അറിവ് തന്നു എഴുത്തിനെ കുറിച്ച്. അപ്പോൾ ഞാൻ നന്നായി എഴുതാൻ തുടങ്ങി. പിന്നെ ഞാൻ കുറേ എഴുതു പിന്നെ ക്ലാസ്സിൽ, പിന്നെ പരീക്ഷ എക്സാമിനിടയ്ക്ക് ഞാൻ സാഹിത്യം എഴുതിയിട്ട് കൊളാക്കിയ ദിവസങ്ങളൊക്കെ അറിവ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ സഫലമാക്കിയത് ഇവ ഇതിൽ വെച്ചാണ്. അപ്പോൾ അവരുടെ മുന്നിൽ നടക്കുമ്പോൾ എനിക്കൊരു അഭിമാനം തോന്നുന്നുണ്ട്. വ്യക്തമായി പറയാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അത് പരാജയപ്പെട്ടു. പ്രേക്ഷകരോട് പറയാനുണ്ടോ? പ്രേക്ഷകരോട് പറയാന്ന് വെച്ചാൽ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ നാട്ടിലെ ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ അവനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ചോദിച്ച് മനസ്സിലാക്കാം. ആദ്യം തന്നെ നമുക്ക് അവനെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു അസിയടൂർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യം നമുക്ക് ഇവനെ പരിചയപ്പെട്ടാലോ? നിൻ്റെ പേരും സ്ഥലവും ഒന്ന് പറയാമോ? എൻ്റെ പേര് അബ്ദുൽ ഗഫൂർ. ഞാൻ ഇവിടെ തന്നെയാണ്, കാസർഗോഡ്. ഇവിടെ തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെയാണ്, ഇവൻ്റെ നാട്ടിൽ തന്നെയാണ്. ഓക്കെ, ഇവൻ്റെ സ്ഥലം നമ്മുടെ നാട്ടിൽ അടൂർ കൊറ്റുമ്പ ആ ഒരു ഭാഗത്താണ് അവൻ്റെ സ്ഥലം വരുന്നത്. ഓക്കെ, അപ്പോൾ നീ ഇപ്പം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ, ആ ഒരു പുസ്തകം ഒന്ന് കാണിച്ച്. എൻ്റെ ഇലയും തണ്ടും നീലായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമാണ് എഴുതിയിട്ടുള്ളത്. ഇതൊരു ജസ്റ്റ് ഇൻട്രോ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവനോട് ചോദിക്കാനുള്ളത്, നീ എങ്ങനെയാണ് ഈ ഒരു എഴുതുന്ന ഈ ഒരു കഴിവിലേക്ക് വന്നത്? അതൊന്ന് പറയാമോ? ഞാൻ ചെറുപ്പത്തിൽ തന്നെ എഴുതുമായിരുന്നു. ചെറുപ്പത്തിൽ നിന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ എഴുതാൻ തുടങ്ങിയത് 10ാം ക്ലാസ്സിൽ നിന്നാണ്. 10ാം ക്ലാസ്സിൽ നിന്ന് എഴുതാൻ തുടങ്ങി. ക്ലാസ് മാഷ് ഉണ്ടായിരുന്നു, സുഭാഷ് മാഷ്. അയാൾക്കൊരു ഗ്രീറ്റിംഗ് കാർഡ് കൊടുത്തു. അപ്പോൾ അയാൾ കുറേ മോട്ടിവേഷനും പിന്നെ നമുക്കൊരു അറിവ് തന്നു എഴുത്തിനെ കുറിച്ച്. അപ്പോൾ ഞാൻ നന്നായി എഴുതാൻ തുടങ്ങി. പിന്നെ ഞാൻ കുറേ എഴുതു ടൈം വെച്ചു, പിന്നെ ക്ലാസ്സിൽ, പിന്നെ പരീക്ഷ എക്സാമിനിടയ്ക്ക് ഞാൻ സാഹിത്യം എഴുതിയിട്ട് കൊളാക്കിയ ദിവസങ്ങളൊക്കെ. എന്താണ് കൂടുതൽ എഴുതുന്നത്? കഥകളാണോ അല്ലെങ്കിൽ ഹിസ്റ്ററിയാണോ? ഹിസ്റ്ററി ഞാൻ കൂടുതൽ അനുഭവം തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. സ്വന്തം അനുഭവങ്ങളൊക്കെ എഴുതിയായിരുന്നു. സ്വന്തം അനുഭവം എന്ന് പറയുമ്പോൾ ഞാൻ അധികം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തകം വായിക്കുമായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിലുണ്ടാകുമ്പോൾ ജസ്റ്റ് വായിക്കുമായിരുന്നു. പിന്നെ അനുഭവം, അപ്പോൾ അയാൾ ഒരു അനുഭവം എഴുതിയിട്ട് കുറേ കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഞാനും എഴുതാൻ തുടങ്ങി. അങ്ങനെ കുറേ അനുഭവമൊക്കെ എഴുതി. സാഡ്, പിന്നെ സന്തോഷം, ഹാപ്പി, എല്ലാം ഞാൻ എഴുതുമായിരുന്നു. അപ്പോൾ ആദ്യം എഴുതിയ പുസ്തകം ഇപ്പോൾ കാണിച്ച ഒരു പുസ്തകമാണല്ലേ? ആദ്യം ഇങ്ങനെ എഴുതായിരുന്നു. ആദ്യം എഴുതിയതല്ല, അത് വെച്ചിട്ട് പിന്നെ ഞാൻ സ്വന്തം ഉണ്ടാക്കിയത് കുറേ എഴുതുന്നുണ്ട്, മാഗസീനിലൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ മുന്നേ എഴുതിയിട്ട് ഇങ്ങനെ സ്റ്റോക്കാക്കുമായിരുന്നു. പിന്നെ അവസാനം ഒരു പുസ്തകമാക്കി. ഒരു കഥ എഴുതാൻ എത്ര സമയം എടുക്കുന്നുണ്ട്? അത് ഞാൻ ഒരു ദിവസം എടുക്കുന്നത് വെറും അരമണിക്കൂർ 1 മണിക്കൂർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു നല്ലൊരു മൂഡിലായിരിക്കും, നല്ലൊരു കൂൾ ടൈമിലായിരിക്കും ഞാൻ എഴുതാറ്. അപ്പോൾ ഇത് കുറച്ച് സമയം 1 മണിക്കൂർ അത്രേ എടുക്കാറുള്ളൂ. പിന്നെ അത് ദിവസം ഇല്ല അത് പറ്റാറില്ല. കുറേ ടൈം എടുക്കും. ഇപ്പോൾ പൊതുവെ ഞാൻ ഇപ്പോൾ എഴുതുന്നത് തന്നെ ഞാൻ ഇപ്പോൾ കുറേ സമയം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രീ അല്ലാത്തത് കൊണ്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആകുന്നതാണ്. അത് നമ്മളെ സമയത്തിനനുസരിച്ചിട്ട് അത് കംപ്ലീറ്റ് ആകും. ഒരു ദിവസം ഈ ഒരു പുസ്തകം എഴുതാൻ എത്ര നാൾ അല്ലെങ്കിൽ എത്ര മാസം, എത്ര വർഷം എടുത്തിട്ടുണ്ടാകും? എൻ്റെ ഒരു കണക്കിന് SLC തൊട്ട് ഇവിടത്തോളമായിട്ടൊരു 4 വർഷം 5 വർഷമൊക്കെ ആയി. ഇപ്പോഴാണ് ഈ ഒരു പുസ്തകം എഴുതാൻ എത്ര ആയിട്ടുണ്ട്? എങ്ങനെ? അതായത് എത്ര സമയം എടുത്തിട്ടുണ്ടെന്നാ? 1 മാസത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയതാണോ? അല്ല 4 വർഷം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുവരെ എഴുതിയ കഥകൾ അതിന് നല്ലൊരു കഥ ഞാൻ തന്നെ ഒന്ന് തിരഞ്ഞെടുത്തു. കുറേ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ലതൊന്ന് തിരഞ്ഞെടുത്ത് എഴുതിയിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആര്? സപ്പോർട്ട് എന്ന് പറയുമ്പോൾ സപ്പോർട്ടാണോ? നല്ല സപ്പോർട്ടാണ്. പിന്നെ ചങ്ങായിമാരൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ചങ്ങായിമാരൊന്നുമില്ല. ഒരു അത്യാവശ്യം എനിക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പേ ഉള്ളൂ. ഇതിപ്പോൾ പുസ്തകം എഴുതുമ്പോൾ ആരെങ്കിലും കളിയാക്കിയ ആൾക്കാരൊക്കെ ഉണ്ടോ? കുറേ പേരുണ്ട്. ഞാനിപ്പോൾ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും സാഹിത്യം പറയുമ്പോൾ നിനക്കെന്താടാ വട്ടാണോ എന്ന് ചോദിച്ചവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ എന്ത് പറയാനുള്ളത്?
അവരോടൊന്നും പറയാനില്ല, അവരോട് ഞാൻ മൗനമായി പാലിക്കാറുള്ളൂ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ സഫലമാക്കിയത് ഇവരെ എതിർ വെച്ചാണ്. അപ്പോൾ അവരുടെ മുന്നിൽ നടക്കുമ്പോൾ എനിക്കൊരു അഭിമാനം തോന്നുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു അനുഭവം എന്താണ്? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു അനുഭവം എന്ന് പറയുന്നത്, നമുക്ക് കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ എഴുതുന്ന കാര്യത്തോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് പറയാനുണ്ട്. എന്തെന്ന് വെച്ചാൽ എൻ്റെ ഞാൻ ഈ പുസ്തകം എഴുതിയിട്ട് ഓൺലൈനിൽ പബ്ലിഷ് ചെയ്തിട്ട് എന്നെ ആദ്യം ഒരു ക്യാമ്പിലേക്കാണ് വിളിക്കുന്നത്. ആർട്ട് ബോണ്ട് ക്യാമ്പ് വയനാട്ടിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന നല്ലൊരു അനുഭവമൊക്കെ ഉണ്ട്. എൻ്റെ പുസ്തകം വായിച്ചതും പിന്നെ എന്നോട് സംസാരിക്കാൻ പറഞ്ഞതും അങ്ങനെയുള്ള നല്ലൊരു അനുഭവമാണ്. അതുപോലെ എഴുതുമ്പോൾ എന്തെങ്കിലും പരാജയം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അക്ഷരത്തെറ്റ് കുറേ വന്നിട്ടുണ്ട്. അതിപ്പോൾ ഈ പുസ്തകത്തിലാണെങ്കിലും കുറച്ച് ഓൺലൈനിൽ ടൈപ്പ് ചെയ്യുമ്പോഴല്ലേ വന്നിട്ടുള്ളത്? അതെ ഒരു എഴുത്തിലല്ല, വാട്സപ്പിൽ ഞാൻ ഗൂഗിൾ ഡോക്യുമെൻ്റ് വഴി അയച്ചതാണ്. അയച്ചു കൊടുക്കുമ്പോൾ പിന്നെ അവർ അച്ചടിക്കുമ്പോഴും ജസ്റ്റ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. ഞാനും ജസ്റ്റ് ആദ്യമാണ് ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടാക്കുന്നത് തന്നെ. ബുദ്ധിമുട്ട് അങ്ങനെ തോന്നാറൊന്നുമില്ല. ഞാൻ രാത്രി ഒരു 9-10 മണി ആ ഒരു ടൈമിൽ 10 മണിയിൽ നിന്ന് ഒരു 11 മണിയോളമാണ് ഞാൻ എഴുതാറ്. ഇല്ലെങ്കിൽ കുറേ നല്ലൊരു ഇൻട്രസ്റ്റ് കിട്ടിയാൽ ഞാനത് 12 മണിയൊക്കെ ആക്കും. ഈ എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എഴുതുന്ന വെച്ചാൽ ഞാൻ ചെറുപ്പത്തിലേ എഴുതും. എൻ്റെ ഒരു പാഷൻ തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ എഴുതിയ ഒരു പുസ്തകം ആദ്യം വായിച്ചതാര്? എൻ്റെ പുസ്തകം പബ്ലിഷായിട്ട് ആദ്യം വായിച്ചത് എൻ്റെ ഉപ്പയാണ്. എന്ത് പറഞ്ഞു? നല്ലൊരു പുസ്തകം വായിച്ചപ്പോൾ നല്ലൊരു അനുഭവം. നീയുടെ വെറുതെ ഇങ്ങനെ കുത്തി എഴുതുമ്പോൾ ഞാൻ ഇതൊക്കെ ഒന്നും വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നല്ലൊരു പോസിറ്റീവ്. ആദ്യം എന്നെ ഇൻസൾട്ട് ആക്കായിരുന്നു വീട്ടുകാർ. എനിക്കെന്ത് പ്രാന്ത, നീ എന്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത്, എനിക്കെന്ത് വട്ടാണോ, അങ്ങനെ കുറേ ചോദിച്ചു. പിന്നെ ലാസ്റ്റ് ഒരു പുസ്തകം ഇറക്കിയിട്ട് ഉപ്പാൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഉപ്പ പറഞ്ഞ് ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല എന്നാണ് പറഞ്ഞത്. അത് നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുകയും ചെയ്തത്. പിന്നെ ഈ ഒരു പുസ്തകത്തിൽ നിൻ്റെ ഒരുപാട് ഉള്ളടക്കങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ സ്വന്തം അനുഭവങ്ങളാണ്? അതെൻ്റെ സ്വന്തം അനുഭവങ്ങളല്ല. അന്നെങ്കിലും എനിക്ക് ചെറിയ സ്റ്റോറി മിസ്റ്റേക്ക് വന്നു. 6ാമത്തെ സ്റ്റോറി അങ്ങനെ വന്നു. അപ്പോൾ അതിൽ എനിക്ക് ജസ്റ്റ് സ്റ്റോറി തികയാതെ വന്നു. ഞാൻ എഴുതിയാലും ഒരു മെച്ചമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം തന്നെ എടുത്ത് കഥാപാത്രമാക്കി അതിലേക്ക് എൻ്റെ അനുഭവം തന്നെ ഇട്ടിട്ടുണ്ട്. അത് ഏത് കഥയെന്ന് ഞാൻ പറയുന്നുമില്ല, അത് വായിച്ച് മനസ്സിലാക്കുന്നു. ഓക്കെ. അതുപോലെ നീ ഇപ്പോൾ ഈ പുസ്തകമെല്ലാം എഴുതുന്നുണ്ടല്ലോ, അപ്പോൾ എഴുതുമ്പോൾ നിൻ്റെ കോളേജിലെ സ്കൂളിലെല്ലാം എന്താണ് അവരുടെയൊക്കെ അഭിപ്രായം എന്ത്? അതായത് മാഷന്മാരുടെയും വിദ്യാർത്ഥികളുടെയൊക്കെ അഭിപ്രായം എന്താണ്? സ്കൂളിൽ നല്ലൊരു അനുഭവം തന്നെ, നല്ലൊരു സപ്പോർട്ടാണ്. അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യം എൻ്റെ കഴിവൊക്കെ മനസ്സിലാക്കിയത് കൂട്ടുകാരും പിന്നെ മാഷന്മാരൊക്കെയാണ്. ഈ പുസ്തകം എഴുതിയിട്ട് ഏതെങ്കിലും മാഷ് എന്തെങ്കിലും അഭിനന്ദനങ്ങൾ അങ്ങനെ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ, ആശംസകൾ അറിയിച്ചിട്ടുണ്ടോ? പുസ്തകം ആക്കിയിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ക്ലാസ് മാഷിനെ അയച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് നല്ലൊരു ആശംസകളൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് ഉപദേശം പറഞ്ഞു. എന്തെന്ന് പറഞ്ഞാൽ അക്ഷരത്തെറ്റ് അങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്കൊക്കെ പറഞ്ഞു തന്നു. ഇങ്ങനെയാണ് തിരുത്തേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു. ഇനിയും എഴുതണമെന്നും പറഞ്ഞു. പിന്നെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും കഴിവുണ്ടോ നിനക്ക്? ഞാൻ അങ്ങനെ പറഞ്ഞാൽ കഴിവ്, ഞാൻ അത്യാവശ്യം റീലൊക്കെ ചെയ്യും, പിന്നെ മിമിക്രി ചെയ്യും, അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഇപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റും? മിമിക്രി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മിമിക്രി എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ എന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് അച്ചുമാമ ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റായി. വളരെ വ്യക്തമായി പറയാണെങ്കിൽ ബസ്സിലെ 4 ടയറാണ്. ഓക്കെ. വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? വേറെ എന്തെങ്കിലും വേറെ മിമിക്രി ആയിട്ട് ചെയ്യാൻ വേറെ ആരെങ്കിലും അനുകരിക്കാൻ പറ്റുമോ? വേറെ പിന്നെ മൃഗങ്ങളെന്തെങ്കിലും സൗണ്ട്? മൃഗം ഞാൻ അത്യാവശ്യം കോഴിനെ ഇഷ്ടമാക്കിയോ. കോഴി
നീ പുസ്തകമെല്ലാം എഴുതുമ്പോൾ നിന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ? അതായത് എഴുതാനൊക്കെ സഹായിച്ച അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് എൻ്റെ എഴുതാൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ വായിച്ചിട്ട് ഞാൻ വായിക്കും എഴുതും, അങ്ങനെ സപ്പോർട്ടാക്കിയ ഒരാളുണ്ട്. അതെന്ന് വെച്ചാൽ എൻ്റെ പെങ്ങളാണ് കൂടുതൽ സപ്പോർട്ട് അത് എന്ത് കാര്യത്തിലാണ് എൻ്റെ പുസ്തകം ഇറക്കാൻ തന്നെ കാരണം അവളൊരു ഇതാണ്, ആഗ്രഹമാണ്. എൻ്റെ ഒരു ബ്രദർ ഇന്നലെ എനിക്ക് എത്തണമെന്നൊരു ആഗ്രഹമാണ്. അതൊരു പിന്നെ ഈ ഒരു പുസ്തകം എഴുതിയതിൽ നിനക്ക് ഇഷ്ടപ്പെട്ട കഥകൾ ഏതെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും നീ കാര്യങ്ങൾ എഴുതുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? കഥകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട നിലയിൽ ഞാനൊരു സാഡ് ഒരു കഥ എഴുതിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഇഷ്ടപ്പെട്ടതും ഞാൻ അനുഭവിച്ചതും. എനിക്ക് സാഡ് ഒരു ദുഃഖമായിട്ടുള്ളൊരു കഥ അനുഭവമൊക്കെ എനിക്ക് വളരെ ഇഷ്ടം. അത് ഈ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് എഴുതാൻ പോകുന്നത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒരു ആത്മകഥ അങ്ങനെ ഒരു പുസ്തകം ഇറക്കാനുള്ളൊരു. പിന്നെ ഏതെങ്കിലും സിനിമയിൽ എന്തെങ്കിലും കഥകളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചാൻസ് കിട്ടിയിട്ടുണ്ടോ? ചാൻസ് കിട്ടിയിട്ടില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അത് പരാജയപ്പെട്ടു. ഏതായാലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രേക്ഷകരോട് പറയാന്ന് വെച്ചാൽ ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു ഇത് മാത്രമേ പറയാനുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യാന്നുണ്ട്. അപ്പൊ ഇനിയും വേറെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വരുമല്ലോ അതിന് പുസ്തകം. പിന്നെ ഇപ്പൊ കംപ്ലീറ്റ് ആയിക്കൊണ്ട് എഴുതിക്കൊണ്ടുണ്ട്, ടൈം വെച്ച് എഴുതുന്നുണ്ട്, സമയത്തിനനുസരിച്ച് എഴുതുന്നുണ്ട്. ഓക്കെ. പിന്നെ നീ ഏതുവരെ പഠിച്ചു? ഞാൻ +2 വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എഴുതിക്കല്ല, പിന്നെ സൈഡായിട്ട് കുറച്ച് ബിസിനസ് അങ്ങനെയൊക്കെ ഉണ്ട്. അന്നെങ്കിലും എഴുത്ത് വിടാൻ പറ്റില്ല എന്നൊരു ഇതിൽ ഞാൻ കുറെ പിന്മാറിയിട്ടുണ്ട്. കുറെ ഒരു ലെവലിൽ ഇപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ ജോലിക്ക് പോയാൽ എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിഞ്ഞ് വന്നിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അനുഭവം. ഓക്കെ. അപ്പം നമ്മുടെ ഇന്റർവ്യൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഏതായാലും നമ്മുടെ നാട്ടിൽ ഒരു അറിയപ്പെട്ട ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു എഴുത്തുകാരനായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ നാട്ടുകാരനായതുകൊണ്ട് ഞാൻ അതിന് അഭിനന്ദിക്കുന്നു. ഓക്കെ, താങ്ക് യു.